കാലത്ത് ചോദിക്കുമ്പോൾ 7-ാം വാക്യം, യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന് മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകം ആയിരിക്കണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരുംകാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞത് കൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകം ആയിരിക്കണം. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഒരു വിശുദ്ധ ദിവസം കൂടെ അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാനും തക്കവണ്ണം അങ്ങയുടെ ഭാഗ്യം തന്ന കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം. കർത്താവേ, പ്രഭാതത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു വിവിധ ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ ഒരു ഭവനത്തിൽ അംഗങ്ങളെ പോലെ ഒരുമിച്ച് വരുവാൻ ഭാഗ്യം തന്നല്ലോ. അതിന് അങ്ങൊരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി നന്ദിയുടെ സ്തോത്രം. അല്പസമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. കർത്താവെ, അങ്ങോട്ട് സഹായിക്കണം. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടെ മക്കളെയും ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. മഹത്വം മാത്രം എടുക്കണം. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് അവിടെ കേൾക്കണമേ. ആമേൻ. ഇന്ന് ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായറാഴ്ചയായിട്ട് കൊണ്ടാടുന്ന ഒരു സുദിനമാകുന്നുവല്ലോ. അതിനായിട്ട് നൽകപ്പെട്ട വേദവചനങ്ങളാണെന്നു ഇന്ന് നമ്മൾ വായിച്ച് കേട്ടത്. നമുക്ക് വളരെ പരിചിതമായ ഒരു പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത്, അവിടെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്തതിന് ശേഷം യോർദാൻ്റെ കരയിൽ വരുന്നു. യോർദാൻ കടന്ന് അവരെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. യോർദാൻ്റെ കര വരെ അവരെ നയിച്ചിരുന്നത് ദൈവത്തിൻ്റെ ദാസനായ മോശയായിരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക അരുളപ്പാടനുസരിച്ച് മോശയോട് പറഞ്ഞിരുന്നു, നീ യോർദാൻ കടക്കുകയില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കറിയാമല്ലോ. കലഹജലത്തിന് അവിടെ വെച്ച് മോശയുടെ സംസാരത്തിൽ ജനങ്ങളുമായിട്ടുള്ള ഇടപാടിൽ വന്ന ഒരു വീഴ്ചയാണ് അവിടെ വന്നത്. അതുമൂലം അന്ന് മോശയോട് ദൈവം പറഞ്ഞു, നീ യോർദാൻ കടക്കുകയില്ല. മോശ മാത്രമല്ല, യോശുവയും കാലേബും ഒഴികെ മറ്റാരും യോർദാൻ കടന്നില്ല. അവരെല്ലാവരും മരുഭൂമിയിൽ അവരെ മരണപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കും. അത് അവരുടെ പാപപ്രവർത്തികൾ മൂലമായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ യോർദാൻ കടക്കുന്നത് യോശുവയാണ് അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ ലീഡർഷിപ്പാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. യോശുവ യോർദാൻ്റെ അവിടെ കരയിൽ വന്ന് അന്ന് യോർദാൻ കവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ കരയിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് വന്ന പുരോഹിതന്മാർ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ ആ യോർദാൻ രണ്ടായി പിരിഞ്ഞു. അവർ ഉണങ്ങിയ നിലത്തോടെ അക്കരെ കടന്നുപോയി എന്നാണ് നമുക്കവിടെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു സാക്ഷ്യമായി ഭാവിയിൽ അതൊരു കെട്ടുകഥയായിട്ടോ കടങ്കഥയായിട്ടോ ഇരിക്കരുത് എന്ന് ദൈവം നിശ്ചയിച്ചു. മാത്രമല്ല, പിതാക്കന്മാർ എന്തെല്ലാം ദൈവത്തെക്കുറിച്ച് കേട്ടിരുന്നോ, കണ്ടിരുന്നോ, എങ്ങനെ അവർ വിശ്വസിച്ചിരുന്നോ, അത് പുത്തൻ തലമുറയിലും വളർന്നു വീഴുന്ന തലമുറയ്ക്കും അത് ആ ഒരു ദൈവവിശ്വാസം ഉണ്ടാകണമെന്നുള്ള ദൈവത്തിൻ്റെ നടത്തിപ്പിളെക്കുറിച്ച് അവർ അറിവുണ്ടായിരിക്കണമെന്ന് കരുതി യോശുവ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് പറയുകയാണ്, നിങ്ങൾ യോർദാൻ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ചെയ്യണം. പുരോഹിതന്മാർ യോർദാൻ നടുവിൽ നിൽക്കുകയാണ്. ആ നടുവിൽ നിൽക്കുന്നിടത്ത് അവർ നിൽക്കുന്നിടത്തുനിന്ന് ഒരു ഗോത്രത്തിന് ഒരു കല്ല് വീതം എടുത്ത് അത് കൊണ്ടുപോകണം. അങ്ങനെ പറഞ്ഞു. അവർ ഓരോ ഗോത്രത്തിന് ഓരോ കല്ല് വീതം അവരെടുത്തു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പുരോഹിതന്മാർ നിന്നിടത്തും ഒരു കല്ല് ഗോത്രത്തിന് സംഖ്യയ്ക്ക് ഒത്തവണ്ണം കല്ല് നാട്ടണമെന്ന് പറഞ്ഞ് അവർ അത് ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും. തുടർന്നുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കല്ല് എന്ത് എന്ന് വരുന്ന തലമുറ, പുത്തൻ തലമുറ, നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം, ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിൻ്റെ മുമ്പിൽ യോർദാൻ നദി എന്ത് ചെയ്തു? രണ്ടായി പിരിഞ്ഞു പോയി. അതിൻ്റെ അടയാളമാണ് ഈ കല്ല് എന്ന് പറഞ്ഞു.
ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, ഇതൊരു അറിവ് പകർന്നു കൊടുക്കുകയാണ്, ഒരു വിശ്വാസ കൈമാറ്റം എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഭാവിയിൽ ഇപ്പോൾ ആൾക്കാർക്കറിയാം, പക്ഷേ ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കും, എന്താ ഈ കല്ല്, ഈ കല്ലിൻ്റെ അർത്ഥം എന്താണ്, എന്തിനു വേണ്ടി ഇത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഈ കല്ല് എന്ന് പറയുന്നത് എന്താണ്, ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് വന്നപ്പോൾ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിൻ്റെ മുമ്പിൽ യോർദാൻ നദി എന്തായിത്തീർന്നു, രണ്ടായി പിളർന്നു. ദൈവത്തിൻ്റെ അത്ഭുതപ്രവൃത്തിയാണത് എന്ന് അവിടെ പറഞ്ഞു. ഒരു സാക്ഷ്യത്തിനായി, ഒരു ജ്ഞാപകമായി ആ കല്ല് അവിടെ നാട്ടി എന്ന് നമ്മൾ തുറന്നുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. വരും കാലത്തേക്കുള്ള പുത്തൻ തലമുറയ്ക്ക്, വരുന്ന തലമുറയെ ദൈവവിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എപ്രകാരം ഇപ്പോഴുള്ള വർത്തമാനകാലത്തുള്ള തലമുറ ജനങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്തുവോ, അതിലൊട്ടും വിശ്വാസം കുറഞ്ഞു പോകാതെ, തീക്ഷ്ണത കുറഞ്ഞു പോകാതെ മക്കളും അവരുടെ മക്കളും തലമുറയായി ഈ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ് ദൈവം ഇസ്രായേൽ മക്കളെക്കുറിച്ച് ആഗ്രഹിച്ചതും ഇന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതുതന്നെ എന്ന് നാം മറന്നു പോകരുത്. അതിന് നമുക്ക് വേണ്ടത് ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. പറഞ്ഞാൽ ഇന്നത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായറാഴ്ചയാണ് ഇന്ന് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പോൾ ദൈവശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം. നമ്മൾ അതിന് വൈദിക സെമിനാരികൾ നമുക്കുണ്ട്. അവിടെ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ പോയി പഠിക്കുന്നുണ്ട്. പഠിച്ചതിന് ശേഷം അവർ ദൈവവേലയ്ക്കായിട്ട് വരുന്നു, ശുശ്രൂഷയിൽ ഏർപ്പെടുന്നു, നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത് കാലാനുസൃതമായി ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പുത്തൻ തലമുറയ്ക്ക് അത് വിവരിച്ചു കൊടുക്കുവാൻ, വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ വൈദിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ പ്രാധാന്യം അറിയിക്കുന്നത് എന്ന് നാം മറന്നുപോകരുത്. പുത്തൻ തലമുറകൾ ആ കാലാനുസൃതമായി ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവർക്ക് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവർ ദൈവമില്ലാത്തവരായി പോകും, വിശ്വാസമില്ലാത്തവരായി പോകും. അതിന് ദൈവവിശ്വാസത്തിലും ദൈവത്തുള്ള ഭയത്തിലും ഭക്തിയിലും പുത്തൻ തലമുറയെ എല്ലാ കാലത്തും നിലനിർത്താൻ വേണ്ടി, ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി വൈദിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ദൈവശാസ്ത്ര വിദ്യാഭ്യാസം വളരെ വളരെ അനിവാര്യമാണ്. ഇവിടെ അതിന് തുടക്കം നമുക്ക് കാണാൻ സാധിക്കും. ആദിമകാലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വൈദിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ദൈവിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, ദൈവശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്നർത്ഥം. വേറെ നമ്മൾ ഒത്തിരി എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ദൈവശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുക എന്ന് അർത്ഥം. അല്ലേ, ദൈവത്തെക്കുറിച്ച് അറിവ് നേടുക. നമ്മൾ മാത്രമല്ല, നമ്മുടെ സന്തതി പരമ്പരകളും എന്ത് ചെയ്യണം, അവരുടെ മക്കളും എന്ത് ചെയ്യണം, ദൈവത്തെക്കുറിച്ച് അറിവുള്ളവരെ ആയിരിക്കും. എല്ലാ തലമുറയും ദൈവത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കും. അതിന് വളരെ നല്ല ട്രെയിനിങ് ആവശ്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ KUT സെമിനാരി എന്ന് പറയുന്ന കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയാണ് നമുക്ക് വൈദിക വിദ്യാഭ്യാസമാണ് ഉള്ളത്. CSIയിലെ 6 ഡയസും ചേർന്ന് നടത്തുന്ന ഒരു സെമിനാരിയാണ് അത്. വൈദിക വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അത് നമ്മുടെ മഹാവിടയിൽ നിന്നും ഏതാണ്ട് 14ഓളം പേരവിടെ പഠിക്കുന്നുണ്ട്. എല്ലാ വർഷവും അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓരോരോ വർഷവും കുട്ടികളെ വിടുകയും ഓരോരോ വർഷം അവർ തിരികെ വരുമ്പോൾ അവരുടെ പഠിത്തത്തിനനുസരിച്ച് മഹാവിട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയൊക്കെ തീരുമാനം അനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവർക്ക് നമ്മൾ പട്ടം കൊടുക്കുന്നുണ്ട്, ഡീക്കൻ പട്ടം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രെസ്ബിറ്റർ ഓർഡിനേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ശുശ്രൂഷ നമ്മൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോവുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ജനങ്ങളിൽ എല്ലാ കാലത്തും ജനങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ, ദൈവത്തോടുള്ള അടുപ്പം കൂട്ടുവാൻ, ദൈവത്തോട് കൂടുതൽ അടുത്തു വരുവാൻ, ലോകത്തിൻ്റെ ആ ബന്ധം വിടിയിപ്പിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം കൂട്ടുവാൻ, ലോകത്തോടുള്ള അടുപ്പം കുറച്ചുകൊണ്ട് ദൈവത്തോട് അടുത്തു വരുവാനായിട്ട് ജനങ്ങളെ പ്രാപ്തിപ്പെടുത്തുവാനാണ് ഇപ്രകാരമുള്ള ദൈവശാസ്ത്ര തിയോളജിക്കൽ വിദ്യാഭ്യാസം നടത്തപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന പിള്ളേർക്ക് ഫീസ് കൊടുക്കണം അല്ലേ. ഇടയ്ക്ക് ഞാൻ ചേർത്തെന്ന് പറയട്ടെ, നമ്മളാണ് പൈസ കൊടുക്കേണ്ടത്. ഒരു വിദ്യാർത്ഥി അവിടെ പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ ഇതനുസരിച്ച് 85,000 രൂപയാണ് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. സാധാരണ 4 വർഷമാണ് പഠിക്കേണ്ടത്. 4 വർഷമാകുമ്പം നമുക്ക് അതിൻ്റെ കണക്ക് കൂട്ടിയാൽ മതി. ഉപദേശന്മാരായിട്ട് സ്ഥിര നിയമനം ലഭിച്ചവരാണ് പോകുന്നതെങ്കിൽ അവരുടെ ബേസിക് സാലറിയും കൂടെ നമ്മൾ കൊടുക്കും. ഇപ്പോഴത്തെ ഇതനുസരിച്ച് അങ്ങനെയാണ് പോകുന്നത്. ബേസിക് സാലറിയും കൊടുക്കും, പഠനത്തിലുള്ള വർഷം 85,000 കൊടുക്കും. പിന്നീട് മറ്റ് ഫീസ് നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ഫണ്ട് റേസിങ് പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഇതിൻ്റെ അകത്ത് പെടുന്നതല്ല, അല്ലാതുള്ള ഫീസ് കാര്യങ്ങളാണ്. അവിടെ പഠിക്കാനുള്ള ട്യൂഷൻ ഫീസും ഭക്ഷണ ഫീസുമാണ് ഞാനീ പറയുന്നത് 85,000 രൂപ എന്ന് പറയുന്നത്. മറ്റ് സെമിനാരികളിൽ അത് കൂടുതലാണ്. നമ്മൾ UBCയിലുമാണ് മറ്റൊരു സെമിനാരി നമ്മൾ വിടുന്നത്. അവിടെ 1,15 ലക്ഷം രൂപയാണ്
ഒരു വർഷത്തെ ഫീസ് വരും. അപ്പോൾ സാധാരണഗതിയിൽ 5 വർഷം അല്ലെങ്കിൽ 4 വർഷം തൊട്ട് 5 വർഷം വരെയുള്ള പഠനമാണ് ഉള്ളത്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് അവർക്ക് നമ്മൾ ഓർഡിനേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു അച്ഛനായിട്ട് ഇറങ്ങുമ്പോൾ, ഡീക്കനായിട്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസ്ബിറ്ററായിട്ട് ഇറങ്ങുമ്പോൾ എത്ര ലക്ഷം രൂപ നമ്മൾ മഹാഡയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. ആ ഫണ്ട് വരുന്നത്, ആ പൈസ കൊടുക്കുന്നത് നമ്മൾ വലിയ വെള്ളിയാഴ്ചത്തെ സ്തോത്രാഴ്ചയാണ് കൊടുക്കുന്നത്. വലിയ വെള്ളിയാഴ്ചത്തെ സ്തോത്രാഴ്ച വൈദിക വിദ്യാഭ്യാസത്തിനുണ്ട് ഉള്ളതാണ്. ഇവിടെ നിന്ന് ഈ വർഷം എത്ര രൂപ കൊടുത്തെന്ന് അറിയത്തില്ല, കണക്കൻ ഞാൻ നോക്കിയിട്ട് പറയാമല്ലോ. 4000 രൂപ കൊടുത്തെന്ന് പറയും. 4000 രൂപ ഉണ്ടായിരുന്നോ? അതായത് കൂടുതലുണ്ടായിരുന്നു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം 4000 രൂപയ്ക്ക് 20 രൂപ കുറവാണ്. 20 രൂപ കുറവുണ്ടായിരുന്നു. 20 രൂപ ഇട്ട് എന്ത് ചെയ്തു? അപ്പോൾ 4000 ആക്കി എന്ത് ചെയ്തു? കൊടുത്തു. ദൈവം ഇടുക്കി ഇടവകയെ, പ്രത്യേകിച്ച് ഈ സഭയെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ, ഇപ്പം ഇടുക്കി സഭ കാണിച്ച പോലെ അങ്ങനെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഒരു വർഷം നമുക്ക് കുറഞ്ഞതൊരു 12 ലക്ഷം തൊട്ട് 18 ലക്ഷം രൂപ നമുക്ക് കിട്ടും. ആ ഒറ്റ ദിവസത്തെ തോതരാത്രയുണ്ട് നമ്മുടെ എല്ലാ പള്ളികളിലും ചേർത്ത്. 1-2 പള്ളിയല്ല നമുക്കുള്ളത്. ദൈവം സഹായിച്ച് 186ഓളം പള്ളിയാണ് നമുക്ക് ഉള്ളത്. 186 പള്ളി ഓർത്താൽ മതി. പക്ഷേ നമുക്ക് ഈ കഴിഞ്ഞ തവണ വരെ വന്നിരിക്കുന്നത് 2 ലക്ഷം വന്ന ഭാഗ്യം. 2 ലക്ഷം വന്ന ഭാഗ്യം. നമ്മൾ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റി അംഗങ്ങളും കൈക്കാരന്മാരും അതുപോലെ തന്നെയുള്ള ഈ അച്ഛന്മാരും ഉപദേശന്മാരൊക്കെ എന്ത് ചെയ്യുന്നില്ല? അവർ സത്യസന്ധമായി എന്ത് ചെയ്യുന്നില്ല? അത് കൊടുക്കുന്നില്ലെന്നതാണ്. ചിലപ്പോൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, എന്താണെങ്കിലും അന്നത്തെ സ്തോത്രാഴ്ച നമ്മൾ സെമിനാരി വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കണമെന്നാണ്. അത് നമ്മൾ ഓഫീസിൽ അടച്ചാൽ മതി. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? പല കാരണങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അവർ അതിൻ്റെ അകത്ത് കുറേ പിടിച്ചു വെക്കുകയാണ്. ഇവിടെ സഭ അതിന് മാതൃകയാണ്. അതിൽ ഒരു പൈസ പോലും പിടിച്ചു വെച്ചിരുന്ന മാത്രമല്ല 20 രൂപ കൂടുതൽ ഇടുകയും ചെയ്തു. നോർത്ത് നോക്കിയേ, 12 തൊട്ട് 18 ലക്ഷം രൂപ വരാവുന്ന സ്ഥാനത്ത് 2 ലക്ഷമേ വന്നുള്ളൂ, അല്ലെങ്കിൽ 3 ലക്ഷമേ വന്നുള്ളൂ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഒരു പോരായ്മയല്ലേ? സഭകൾ ചെയ്യുന്ന ഓരോ ഉത്തരവാദിത്വമില്ലായ്മയാണ് അതിനകത്ത് പറയാനായിട്ട് സാധിക്കുക. അതിൻ്റെ ഫലം എന്നാ? ഇപ്പോൾ ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപയാണ് നമ്മളവിടെ ബാധ്യതയായിട്ട് നിൽക്കുന്നത്. 15 ലക്ഷത്തോളം രൂപ എന്നാ ബാധ്യതയാണ്? അവരെ പഠിപ്പിച്ചതിൻ്റെ ട്യൂഷൻ ഫീസും അവർ ഭക്ഷണം കഴിച്ചതിൻ്റെ പൈസയാണ് എന്ത് ചെയ്ത് കൊടുക്കാറ്. നമ്മുടെ സാധാരണ സ്കൂളിൽ പിള്ളേർ പഠിക്കുമ്പോൾ അവർക്ക് ഫീസ് കൊടുത്തില്ലെങ്കിൽ അല്ലേ എന്നാ ബുദ്ധിമുട്ടാണ് അല്ലേ? അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടാണ് അല്ലേ? അതെല്ലാം കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ സഭകളാണ്. അങ്ങനെ ഒരു അറിവ് ഇല്ലാത്തതാണോ എന്ന് അറിയത്തില്ല. പലർക്കും അറിയത്തില്ല. വെല്ലുവിളിയാഴ്ചത്തെ അങ്ങോട്ടുള്ളതെന്ന് അറിയത്തില്ല. അതാണ്ട് വേറെ സംഗതി. ഒരുപക്ഷെ ഇനി അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തവണ ഒരുപക്ഷെ കുറച്ചുകൂടെ പൈസ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, അറിവ്, വിദ്യാഭ്യാസം, കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് ഈ കാലങ്ങളിൽ വളരെ വളരെ അത്യാവശ്യമാണ്. ഇവിടെ അതവിടെ നിൽക്കട്ടെ. ദൈവവചനവുമായുള്ള ബന്ധത്തിൽ നമ്മൾ പറയാം. ദൈവവചനവുമായുള്ള ബന്ധത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എവിടുന്നാണ് കിട്ടുന്നത്? നമ്മുടെ തലമുറയ്ക്ക് എവിടുന്ന് കിട്ടും? എവിടുന്നാണ് കിട്ടുന്നത്? പറയാം. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ആദ്യം കിട്ടുന്നത് എവിടുന്ന്? മാതാപിതാക്കളിൽ നിന്നാണ്. മാതാപിതാക്കളിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നത്. ചോദ്യം, മാതാപിതാക്കൾ ആ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ? മാതാപിതാക്കൾ ആ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ? ദൈവത്തെക്കുറിച്ചൊരു വാക്ക്, ദൈവത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അവരെ എങ്ങനെ ഒരിടത്ത് പിടിച്ചിരുത്തി കയ്യിലൊരു വടിയും പിടിച്ച് ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പഠിപ്പിലല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? ചേർത്ത് ഇരുത്തണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആര് കേൾക്കണം? കുഞ്ഞുങ്ങൾ കേൾക്കണം, കാണണം. അവരും പിന്നെ എന്ത് ചെയ്യും? അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങും അല്ലേ? അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വലിയ കോളേജോ അതുപോലെ വലിയ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ മാത്രമല്ല. അതുണ്ട്, അതൊരു ലെവൽ കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, വിശ്വാസ സംബന്ധമായ പ്രത്യേകിച്ച് എവിടെ നിന്ന് കിട്ടണം? അവർക്ക് നമ്മുടെ വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്. അർത്ഥം, നമ്മുടെ വീടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വിശ്വാസ കൈമാറ്റം എന്ത് ചെയ്തു പോയി? കുറഞ്ഞു പോയി. നമുക്കെന്തില്ല? നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞാൽ അത് കുറെ കൂടെ മയപ്പെടുത്തിയൊരു കാര്യമാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് നേരമില്ല.
സമയമില്ല എന്ന് പറയുമ്പോൾ കുറെ കൂടെ പോളിഷ് ചെയ്തൊരു വാക്ക് അല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് നേരമില്ല, പിന്നെ നമ്മുടെ നേരം ഇവിടെ പോയി. എപ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത് മക്കളെ? എപ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്? പിള്ളേരെന്ന് പറഞ്ഞാൽ എപ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്? ഓക്കെ, രാവിലെയും വൈകുന്നേരവും. എപ്പോഴാ? രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കണം. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കണം. രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പിള്ളേർ ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല? പിള്ളേരെ കിട്ടുമോ? കിട്ടത്തില്ല, കിട്ടത്തില്ല. നമ്മുടെ അല്ലേ പിള്ളേരല്ലേ? നമ്മുടെ അല്ലേ പിള്ളേർ? കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും ചെറുപ്പത്തിലെ തന്നെ അല്ലേ അവർ അപ്പ അമ്മ പപ്പ മമ്മി ഡാഡി മമ്മി എന്നൊക്കെ പറയുന്ന ആ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യണം? അതിന് മുമ്പേ എന്ത് ചെയ്യണം? അവരെ കൂടെ ഇരുത്തി പ്രാർത്ഥിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? അത് കേൾക്കും, കാണും. അത് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? അവരുടെ മനസ്സിൽ ആദ്യം ആ ഒരു അറിവ് ഉണ്ടാകും. ആദ്യം ദൈവമേ എന്നൊരറിവ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. കാരണം നമ്മൾ മറന്നു പോകരുത്, കുഞ്ഞുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കടലാസ് പോലെയാണ്. വെള്ളക്കടലാസ് പോലെയാണ്. ഒന്നുമില്ല അവരുടെ മനസ്സിൽ, ഒന്നും ഇല്ല. എന്ത് കേൾക്കുന്നോ എന്ത് കാണുന്നോ അതെല്ലാം അവിടെ എന്ത് ചെയ്യും? പതിയും. എന്ത് കേൾക്കുന്നോ എന്ത് കാണുന്നോ അതെല്ലാം എന്ത് ചെയ്യും? അവരുടെ ഹൃദയത്തിൽ ആ വെള്ളക്കടലാസ് എന്ത് ചെയ്യും? അതേപടി പകരും, അല്ലെങ്കിൽ എഴുതി വെക്കും, പതിയും. ഒരു 2 ചീത്ത വർത്തമാനം പറഞ്ഞെന്ന് കൂട്ടിക്കോ, അവരത് കേട്ടു എന്ന് വിചാരിച്ചോ, അത് അന്നേരം തന്നെ എന്ത് ചെയ്തു? അവരുടെ ഹൃദയത്തിൽ അങ്ങ് പതിഞ്ഞു, അവരുടെ മനസ്സിലത് പതിഞ്ഞു. എപ്പോഴെങ്കിലും സമയം വരുമ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നിങ്ങൾ പറഞ്ഞേ. അവർ തിരിച്ചു പറയുക. അവർക്കറിയാം ഈ വാക്ക് എപ്പോഴാണ് ഉപയോഗിക്കണത്, അവർക്കറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അത് അങ്ങനെ ഒരു സമയം വരുമ്പോൾ എന്ത് ചെയ്യും? അവർ തിരിച്ചു പറയും. നമ്മൾ പ്രത്യേകിച്ച് അതിന് ട്യൂഷനൊന്നും കൊടുക്കണം. കാരണം എന്താ? അവർ കേട്ടു, എവിടുന്നോ കേട്ടു, ചിലപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞായിരിക്കാം, പുറത്തുനിന്ന് പറഞ്ഞായിരിക്കാം. അവിടെ കേട്ടപ്പോൾ എന്ത് ചെയ്തു? അവരുടെ മനസ്സിൽ പതിഞ്ഞു. ഇനിയിപ്പോൾ നല്ല കാര്യമാണെന്ന് കൂട്ടിക്കോ, ദൈവത്തിൻ്റെ പൈതൽ ഞാൻ എന്നുള്ള കാര്യമാണെന്ന് കൂട്ടിക്കോ, ആ പാട്ടാന്ന് കൂട്ടിക്കോ, നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്ത്, അത് അവരുടെ മനസ്സിൽ എന്ത് ചെയ്യും? പതിയും. ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് അല്ലേ. അത് അവരുടെ മനസ്സിൽ ഇങ്ങനെ പതിയും. ഒരു തെറ്റായ കാര്യം പതിഞ്ഞതിന് ശേഷം അത് മാറ്റാൻ പറ്റത്തില്ല, വെട്ടിക്കളയാൻ പറ്റത്തില്ല. വെട്ടിയാൽ അത് മാഞ്ഞു പോകത്തില്ല, അത് വെട്ടി കുത്തി കിടക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സെന്താകും? വളരെ മോശമായ വികലമായൊരു മനസ്സായിട്ട് മാറും. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? നല്ല കാര്യങ്ങൾ അവരുടെ മനസ്സിൽ പതിയും എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് പ്രത്യേകിച്ച് നിങ്ങൾ കുഞ്ഞു പിള്ളേരുള്ള മാതാപിതാക്കന്മാരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പോൾ അവർ നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുക? കേൾക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്നാന സമയത്ത് പറയുന്നുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ട് സ്നാനം കഴിഞ്ഞ് ഇവിടെ അവരെ പ്രതിഷ്ഠിച്ചതിന് ശേഷം തിരികെ കുഞ്ഞുങ്ങളെ കൈ തരുമ്പോൾ അവരോട് പറയുന്നത്, മാതാപിതാക്കന്മാരോട് ജ്ഞാനമാതാക്കന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ കുഞ്ഞ് വളരുവാൻ സൗഹൃദത്തോടെ വളർത്തപ്പെടേണ്ടതിന് കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ഒരു ചീത്ത വർത്തമാനോ മോശം പ്രവൃത്തികളോ ഈ കൊച്ചിൻ്റെ മുമ്പാകെ എന്ത് ചെയ്യരുത്? നിങ്ങൾ കാണിക്കരുത് എന്നാണ് പറയുന്നത്. കണ്ട എന്ത് ചെയ്യും? അത് അവരുടെ ഹൃദയത്തിൽ പതിയും, അവരുടെ മനസ്സിൽ പതിയും, അത് അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്, ദൈവവിശ്വാസം എന്ന് പറയുന്നത് ആദ്യം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ വീട്ടിൽ നിന്നാണ് അല്ലേ. അതിൻ്റെ അധ്യാപകരാരാണ്? അതേപോലെ പ്രധാനപ്പെട്ട അധ്യാപകരാരാ? അമ്മയും അപ്പനുമാണ്, പപ്പായും മമ്മിയാണ് അല്ലേ. ഓക്കെ, ഈ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ആരോട് കൂടെ ചിലവഴിക്കുന്നത്? അമ്മയുടെ കൂട്ടത്തിലാണ്. അപ്പോൾ അമ്മയ്ക്ക് അതിനകത്ത് കൂടുതൽ റോള് ഉണ്ട് അല്ലേ. അപ്പോൾ അമ്മമാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കുഞ്ഞുങ്ങളെ വളരെ കൂടുതൽ അവരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, നല്ല നല്ല പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ പറയാൻ, വേദവചനങ്ങൾ വായിക്കാൻ, പഠിപ്പിക്കാൻ ഒക്കെയും എന്ത് ചെയ്യും? അവർക്ക് സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഒരു സൺഡേ സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി, നമ്മുടെ മഹടയിലല്ല. അവിടെ പോയപ്പം അവിടെ ഒരു മത്സരം കൊടുത്തിരിക്കുകയാണ്. ആ പള്ളിയിൽ അച്ഛൻ വന്നപ്പോൾ അച്ഛനുള്ള ഒരു ഉപദേശിയാണ്, ആ മത്സരം കൊടുത്തിരിക്കുകയാണ്. സങ്കീർത്തനം മുഴുവൻ എന്ത് ചെയ്യുക? പഠിക്കുക. സങ്കീർത്തനം മുഴുവൻ കാണാതെ പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു? സമ്മാനം കൊടുക്കും. ഞാൻ തലേ കൈ വെച്ചു പോയി. സങ്കീർത്തനം ഒരെണ്ണം തന്നെ പറയാൻ ഇത് പറ്റത്തില്ല. അപ്പം ഞാനത് ആരും കാണത്തില്ല ഈ ഇന്നത്തെ കാലത്ത്. സങ്കീർത്തനം പഠിക്കാനുള്ള പുസ്തകം വായിക്കാൻ നേരമില്ലാത്തപ്പോഴാണ്. പക്ഷേ അവിടെ വന്നപ്പം ഒരു കൊച്ച് 69 സങ്കീർത്തനം കാണാതെ പഠിച്ചില്ല. 69 സങ്കീർത്തനം കാണാതെ പഠിക്കുക. ഇത്രയും പൊക്കോളൂ. അണ്ടടിച്ചു പോയി. പിള്ളേരോട് ഒരു താല്പര്യം ഒന്ന് പറഞ്ഞോളൂ, ഒരാൾ പറഞ്ഞത് പ്രോത്സാഹിപ്പിച്ചോളൂ. 69 സങ്കീർത്തനമാണ്. ബാക്കിയുള്ളവരൊക്കെ 25, 30 ഒക്കെ സങ്കീർത്തനം ചെയ്യും. എല്ലാവരും കാണാതെ പഠിക്കുന്നല്ല, ചൊല്ലി കാണാതെ നോക്കി പറയുന്നില്ല, കാണാതെ ചൊല്ലുകയാണ്. 69 സങ്കീർത്തനം. ഒരു പ്രായമുള്ളൊരു അപ്പച്ചനെ പരിചയപ്പെട്ടു. അപ്പച്ചനും 150 സങ്കീർത്തനം മുഴുവൻ അറിയാം കാണാതെ.
150 സങ്കീർത്തനം, 175 വാക്യങ്ങളാണ്. അദ്ദേഹത്തിന് അത് മുഴുവൻ അറിയാം അല്ലേ? നമുക്ക് എത്ര സങ്കീർത്തനം അറിയാം? ഇടുക്കി പള്ളിക്കാരോട് ചോദിക്കുകയാണ്, നമുക്ക് എത്ര സങ്കീർത്തനം അറിയാം? ഒരു പക്ഷേ ഇന്ന് നല്ലൊരു തുടക്കമാണ്. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം ഏതാ? 1-ാം സങ്കീർത്തനം. 1 തൊട്ട് എന്ത് ചെയ്തോളുക? തുടങ്ങിക്കോളൂ അല്ലേ? സങ്കീർത്തനം വായിക്കുക, കാണാപ്പാഠം പഠിക്കുക. സങ്കീർത്തനം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതികളാണ്. ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതികളാണ്. അതുകൊണ്ട് അത് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് അന്തർലീനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറയുന്ന തുടക്കം എവിടെയാണ്? നമ്മുടെയൊക്കെയും ഭവനങ്ങളാണ്. അപ്പം നമ്മുടെയൊക്കെ ഭവനങ്ങൾ ആദ്യം ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ, ദൈവിക വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ ഈറ്റില്ലമായി മാറണം. അവിടെ ദൈവവചന വായന ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദൈവത്തോടുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ ഉണ്ടായിരിക്കണം. പ്രാർത്ഥനകൾ എന്ത് ചെയ്യണം? നമ്മൾ ചൊല്ലണം അല്ലേ? സന്ധ്യയ്ക്കാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, പിള്ളേരുടെയും പ്രായമുള്ള ചെറിയ ആൾക്കാരുടെയൊക്കെ അറിവിലേക്ക് പറയാണ്, സന്ധ്യാസമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയം എന്ത് ചെയ്യണം? നമ്മൾ പ്രത്യേകമായിട്ട് ക്രമീകരിക്കുന്നത് നല്ലതാണ്. സാധാരണ നമ്മൾ പറയുന്നത് സന്ധ്യാപ്രാർത്ഥന എന്നാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു സമയം എന്ത് ചെയ്യുക? നമ്മൾ നിശ്ചയിക്കുക. സന്ധ്യയ്ക്ക് പാടാനുള്ള പാട്ടുകളും സ്തുതിഗീതങ്ങളും എന്ത് ചെയ്യണം? പാടണം അല്ലേ? സന്ധ്യയ്ക്ക് പാടാനുള്ള പാട്ടുകളും സ്തുതിഗീതങ്ങളും, വൈകുന്നേരത്തെ പ്രാർത്ഥനകളുടെ പാട്ടുകൾ നമ്മുടെ ക്രിസ്തീയ ജ്ഞാനകത്തിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉണർഗാനങ്ങളിൽ പൊതുവായിട്ടുള്ള പാടാവുന്ന പാട്ടുകളുണ്ട്. നമുക്ക് 2-3 പാട്ടുകൾ എന്ത് ചെയ്യുക? പാടുക. വേദപുസ്തകം എന്ത് ചെയ്യുക? വായിക്കുക. ഒരു സങ്കീർത്തനം വായിക്കുക. വിശ്വാസപ്രമാണം എന്ത് ചെയ്യണം? ചൊല്ലണം. വിശ്വാസപ്രമാണം ചൊല്ലണം. നമ്മൾ സാധാരണ ചൊല്ലുന്ന വിശ്വാസപ്രമാണം ഏതാണ്? അപ്പോസ്തലിക വിശ്വാസപ്രമാണം, ചെറിയ വിശ്വാസപ്രമാണം. അത് സന്ധ്യാപ്രാർത്ഥന നമ്മൾ ചൊല്ലണം. പ്രാർത്ഥിക്കണം. അതിനുശേഷം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലണം. ആശീർവാദം പറയണം. അത്രയും കാര്യങ്ങൾ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ക്രമം. വളരെ സിമ്പിളായിട്ടുള്ള ക്രമം. മനസ്സിലായല്ലോ? അത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇന്ന് പല സ്ത്രീകരണ ക്ലാസ്സിലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സമയത്ത് പിള്ളേർക്ക് എന്തറിയത്തില്ല. പലർക്കും വിശ്വാസപ്രമാണം പോട്ടെ, കർത്താവിൻ്റെ പ്രാർത്ഥന അറിയത്തില്ല. അവർ പറയുന്നത് അങ്ങനെ ചൊല്ലിയൊരു പരിചയമില്ല. ആകെ മൊത്തം അവർ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് എവിടെ വരുമ്പോഴാണ്? പള്ളി വരുമ്പോഴാണ് കേൾക്കുന്നത് എന്നാണ് പറയുന്നത്. ആരാ എൻ്റെ കുഴപ്പക്കാരൻ? നമ്മളിങ്ങനെ ബിഷപ്പ് ഇവിടെ ഒന്ന് വലിയ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മളത് ചെയ്യണം. നമ്മളത് നമ്മുടെ മാതാപിതാക്കന്മാരിൽ കിട്ടണം. ഇല്ലെങ്കിൽ നമ്മളത് ആർജിച്ചെടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം എന്താണ് നമ്മൾ പറയുന്നത്. രാവിലത്തെ പ്രാർത്ഥനയാണ് എന്ത് ചെയ്യുന്നത്? രാവിലെ പാടാനുള്ള 1-2 പാട്ടുകൾ, മിനിമം ഒരു പാട്ടെങ്കിലും എന്ത് ചെയ്യണം? പാടണം അല്ലേ? സ്തുതിഗീതങ്ങളോ രാവിലത്തെ പാട്ടുകളോ പാടണം. ഇന്ന് ഇവിടെ പാടിയൊരു പാട്ടുണ്ട്. അതേതാ? 75-ാമത്തെ കീർത്തനം അല്ലേ? ഏതാ? ആദ്യത്തിന് ഉദിച്ചിരുന്ന ദേശങ്ങളിലെല്ലാം യേശു അല്ലേ? അന്തമില്ലാത്തൊരു രാജ്യം സ്ഥാപിച്ചിരുന്നാണ് പാട്ടല്ലേ? രാവിലെ പാടാൻ നല്ലൊരു പാട്ടാണത്. അതുപോലെയുള്ള പാട്ടുകൾ എന്ത് ചെയ്യുക? നമുക്ക് പാടാം. പിന്നെ വേദഭാഗം വായിക്കുക, സങ്കീർത്തനം വായിക്കുക. വിശ്വാസപ്രമാണം സാധാരണ ചില ഭവനങ്ങളിൽ വിശ്വാസപ്രമാണം ചൊല്ലാറുണ്ട്. ചിലർ ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നു എന്നുള്ള ആ പ്രാർത്ഥനയുടെ കുറേ ഭാഗം കെട്ടിത്തിട്ട് ചുരുക്കി അത് ചൊല്ലാറുണ്ട്. അതിനുശേഷം പ്രാർത്ഥന പറയുന്നു, കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നു, ആശീർവാദം പറയുന്നു. അത്രയും നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ 2 തവണ എന്ത് ചെയ്യും? ആ കൊച്ച് കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കും. 2 തവണ ഒരാഴ്ചയിൽ എത്രയായി? 14 തവണയായി അല്ലേ? പള്ളിയിലും കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 15 തവണയായി അല്ലേ? 15 തവണ ഒരാഴ്ചയിൽ ആ കൊച്ച് ഈ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയാൽ ആ കൊച്ചെന്ത് ചെയ്യും? അത് ആ ആഴ്ചയിൽ തന്നെ എന്ത് ചെയ്യും? പഠിക്കും അല്ലേ? വിശ്വാസപ്രമാണം അതുപോലെ തന്നെ. അതാണ് ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ആദ്യത്തെ കളരി എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മളാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. സെമിനാരി വിടുന്നവർ മാത്രമല്ല, എല്ലാ വിശ്വാസികളും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണം. ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അറിവുള്ളവരായിരിക്കും തീരേണ്ടത്. വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ സങ്കീർത്തനം വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ചില ആൾക്കാരുടെ ആലോചന പറയാൻ നടക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? തിമോഥെയോസിൻ്റെ ലേഖനം നമ്മൾ വായിച്ചപ്പോൾ തിമോഥെയോസ് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നീ അത് വിട്ടോടി എന്ന് പറഞ്ഞിരിക്കുന്നു. ചിലത് വിട്ടോടണം, ചിലത് പിന്തുടരണം. വിട്ടോടണം, പിന്തുടരണം. ഇവിടെ ചില ആലോചന പ്രകാരം നടക്കരുത്, ചില ആലോചന പ്രകാരം നടക്കണം. ഇവിടെ യോശുവ തൻ്റെ ജനത്തോട് പറയുന്നത് എന്താണ്? ഇത് നിങ്ങൾ ഓർത്തോണം. ഈ കല്ലുകൾ എന്താണ്? ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം, ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം. ഇസ്രായേൽ മക്കൾ മുമ്പേ പോയപ്പോൾ യോർദാൻ അവരുടെ മുമ്പിൽ എന്ത് ചെയ്തു? 2 പിളർന്നു. പിതാക്കന്മാർ അവർ ഉണങ്ങിയ നിലത്തോടെ അക്കരെ കടന്നു ഈ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു. അതുകൊണ്ട് അത് നിങ്ങൾക്കൊരു ഓർമ്മയായിരിക്കണം. ആ ദൈവത്തെ നിങ്ങൾ മറക്കാതെ
ശക്തമായ ദൈവവിശ്വാസമുള്ളവരായി അവിടെ വളരണം. ഈ അറിവ് എന്ത് ചെയ്യണം? തലമുറയായിട്ട് ഇരിക്കണം എന്നാണ്. തലമുറയായിട്ട് എല്ലാവർക്കും അത് അവർ പറഞ്ഞു കൊടുക്കുക, അവർക്ക് ആ അറിവ് അവർക്ക് ഉണ്ടാകണം. അതാണ് എൻ്റെ സാരം. പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഇടുക്കി പ്രദേശം നമ്മളിവിടെ വന്നു, സഭ സ്ഥാപിതമായി ഇത്രയും നാളായിട്ട് നമ്മൾ ആരാധനയ്ക്ക് വരുന്നു അല്ലേ. നമ്മൾ ആരാധനയ്ക്ക് വരുന്ന ആ ആരാധന രീതികൾ നമ്മൾ മാത്രം വന്നു പോകുക എന്ന് മാത്രമല്ല, നമ്മുടെ തലമുറ എന്ത് ചെയ്യണം? ഈ ഒരു ശക്തമായ ദൈവവിശ്വാസമുള്ളവരായിട്ടുള്ള തീരണം അല്ലേ. ദൈവമാണ് ഇതിൻ്റെ പിന്നിലെല്ലാം വന്നത് എന്ന് പറയും അല്ലേ. 2018 എന്ത് ചെയ്തു? ഭയങ്കരമായ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി അല്ലേ. 18 നമ്മുടെ പള്ളിയുടെ ഇവിടെ എല്ലാം ഇരിഞ്ഞു പോയി അല്ലേ. എല്ലാം മഴ സീസണാകുമ്പോൾ ഒക്കെ പ്രാർത്ഥനയാണ്, കർത്താവേ ഇടുക്കി പ്രദേശങ്ങളെല്ലാം എന്ത് ചെയ്യണം? കാത്തുകൊള്ളാണ്. പിന്നെയുള്ള ഇവിടെയാണ് കോതങ്കലത്തിനപ്പുറത്തുള്ള മണികണ്ഠഞ്ചാൽ ഇത്തവണ എന്ത് ചെയ്തു? വെള്ളം കയറി, ആൾക്കാർ ഉപദേശിച്ച സംഗീതം പള്ളിക്കകത്ത് കയറി, അന്തരം പ്രാർത്ഥനയാണ്, ദൈവമേ 2018 പോലെ ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥന. വെള്ളപ്പൊക്കം ഇന്നത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത അളവിൽ ആണ് എന്ത് ചെയ്യുന്നത്? മഴ പെയ്യുന്നത്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വളരെ ഭീഷണിയാണ് അല്ലേ. ദൈവം എത്രയോ അത്ഭുതമായിട്ടാണ് കാത്തിരിക്കുന്നത് അല്ലേ. അതിനുശേഷം കുറച്ച് പോലും മണ്ണ് എന്ത് ചെയ്തില്ല? ഇടിഞ്ഞു പോയില്ല. ദൈവത്തിൻ്റെ കൃപ. നമുക്ക് ഉദ്ദേശിക്കുന്നത് നമുക്ക് പണിയാൻ പറ്റുന്നില്ല. അന്ന് നമ്മളൊരു ഷെഡ് പോലെ നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്ത് പ്ലാൻ ചെയ്തു. വേറെ പല സ്ഥലത്ത് നമ്മൾ ആലോചിച്ചുവെങ്കിലും നമ്മൾ ഇതൊരു ഷെഡായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഷെഡ് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്പം കൂടെ എന്ത് ചെയ്യണം? മെനയായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞ് ചെയ്യിച്ചപ്പോഴാണ് ഇത്രയും നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പണിത് കാരണം ഇത്രയും മനോഹരമായൊരു ആലയം ഉണ്ടായി അല്ലേ. നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ല, വാക്സ്തം പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ കാക്കുന്നത്. ഇവിടെ നമ്മളെ മാത്രമല്ല, നമ്മളെ യഥാർത്ഥത്തിൽ ദൈവം കാത്തു പരിപാലിച്ചു. അതിലും ദൈവത്തിലുള്ള വിശ്വാസം നമ്മളിൽ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള പ്രതിക്ഷോഭങ്ങൾ ധാരാളമായിട്ടുണ്ടാകും നമുക്ക് കാണാൻ സാധിക്കും. അതിന് നമുക്ക് ഭീതിപ്പെട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ അതിജീവിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം മൂലമാണ്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മുടെ തലമുറയിലേക്ക് നമ്മൾ പകരണം അല്ലേ. നമ്മളത്രയും ഒരു ധൈര്യവും ശക്തിയും ഒക്കെ നമ്മുടെ പിള്ളേർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് പൊതുവേ ഉള്ളൊരു കണ്ടെത്തൽ. അവർക്കൊരു ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്തില്ല? അവർക്കതിനെ അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല. ചെറിയൊരു ഇഷ്യൂ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ തളർന്നു പോവുകയാണ്. ജീവിതം മതി എന്ന് പറയാം അല്ലേ. അങ്ങനെ ഒരു ചിന്തയാണ് ഉണ്ടായി വരുന്നത്. അതിനുള്ള തക്കതായ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? സമകാലീന ലോകത്തുണ്ട്. പക്ഷേ അതിനപ്പുറമായല്ല, ഇതിനേക്കാൾ അപ്പുറമായി ദൈവമുണ്ട് എന്ന് വിശ്വസിപ്പാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ, എന്ത് പ്രശ്നം വന്നാലും ദൈവം പരിഹാരമാണെന്ന്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ഇമ്മാനുവേലായ ദൈവം അല്ലേ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഭവനങ്ങളാണ് എന്ന് നാം മറന്നു പോകരുത്. നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വീട്ടുപ്രാർത്ഥനകൾ, രാവിലെ വരെയുള്ള പ്രാർത്ഥനകൾ, നമ്മുടെ സ്വന്തമായിട്ടുള്ള വേദവസ്ത വായനകൾ, കുടുംബമായിട്ടുള്ള വേദവസ്ത വായനകൾ, കുടുംബമായിട്ടുള്ള ദേവാലയത്തിൽ പോകുന്ന ദേവാലയത്തിലുള്ള പോക്കുകൾ, അതുപോലെ തന്നെ ഏരിയ പ്രാർത്ഥനകൾ, വീട്ടുപ്രാർത്ഥനകൾ, അതെല്ലാം നമ്മൾ പുനഃസ്ഥാപിക്കണം. പുത്തൻ തലമുറ അഭിമുഖീകരിക്കുന്ന, ഇന്നത്തെ തലമുറ അഭിമുഖീകരിക്കുന്ന വിശ്വാസത്തിന് എതിരെയുള്ള എല്ലാ കാര്യങ്ങളും തരണം ചെയ്യുവാനായിട്ട് നമ്മുടെ തലമുറയെ പ്രാപ്തിപ്പെടുത്തണമെങ്കിൽ, മക്കളെ പ്രാപ്തിപ്പെടുത്തണമെങ്കിൽ നാം ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ള ആയിരിക്കണം. അതിന് നമുക്ക് അവരെ എന്ത് ചെയ്യണം? ഈ പുസ്തകം നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തണം. ഈ വിശുദ്ധ വേദപുസ്തകം അവർക്ക് പരിചയപ്പെടുത്തിക്കൊള്ളുക. ഇതിനകത്തെ കൽപ്പനകൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം അല്ലേ. കൽപ്പനകൾ പഠിപ്പിക്കുക, കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കുക, വിശ്വാസ പ്രമാണം പഠിപ്പിക്കുക, 10 കൽപ്പനകൾ പഠിപ്പിക്കുക, കർത്താവിൻ്റെ പർവ്വതപ്രസംഗം വായിക്കാൻ പറയുക, വിശുദ്ധ മത്തായി എഴുതിയ ശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിക്കാൻ പറയുക. അത് പലതവണ വായിക്കാനുള്ള പറയുക. സദൃശവാക്യങ്ങൾ വായിക്കാൻ പറയുക. അത് നമ്മുടെ കുഞ്ഞുങ്ങളിലെ അവരുടെ അറിവിനെ വർദ്ധിപ്പിക്കും. ഒരു കാര്യം കണ്ടാൽ അതിൻ്റെ ശരിതെറ്റുകളെ തിരിച്ചറിയാൻ അവരെ പ്രാപ്തിപ്പെടുത്തും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ വചനം ഞാൻ പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കിട്ടും. അത് നമ്മുടെ പുത്തൻ തലമുറയെ ദൈവവിശ്വാസത്തിൽ ചേർന്ന് നിർത്താനിടയാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ വചനം ഇത് മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് ഉത്സാഹിക്കാൻ, നമ്മുടെ തലമുറയെ അപ്രകാരം നമുക്ക് പ്രാപ്തിപ്പെടുത്താം. നമ്മുടെ ഇടയിൽ നിന്ന് ശുശ്രൂഷകരായിട്ട് വരുന്ന ആൾക്കാർക്ക് നല്ല നല്ല ട്രെയിനിങ്ങുകൾ നൽകുവാൻ, ദൈവശാസ്ത്രത്തിൽ അറിവ് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമുക്ക് മഹാവിടെ പങ്കുചേരാം. ദൈവം നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനോടമേ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. 1-ാം സങ്കീർത്തനം ഒന്നുകൂടെ ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 1-2. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയെ നിൽക്കാതെയും പരിഹാസികളെ ഇരിപ്പിടത്ത് ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരയത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും.
അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനമോത്തും കലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.